നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിവാസൽ പഞ്ചായത്തിലെ തളികം വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരി മരിച്ചു. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നെടുങ്കണ്ടം പൊന്നാമലയിലെ അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻപാറ കഷ്ണ വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന ഗവൺമെന്റ്. ഇടുക്കി ചിന്നക്കനാലിൽ 7 വയസ്സുകാരനായ കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്ന കുട്ടിക്കൊമ്പൻ നെടുങ്കണ്ടത്തെ പമ്പുകൾ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തത് വാഹനയാത്രികർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പള്ളിവാസൽ പഞ്ചായത്തിലെ തളികം വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരി മരിച്ചു. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പള്ളിവാസൽ പഞ്ചായത്തിലെ പിച്ചാടിന് സമീപം തളികം വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരി മരിച്ചു. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. 10ഓളം പേരടങ്ങുന്ന വിനോദസഞ്ചാര സംഘത്തോടൊപ്പമാണ് സലീം മാങ്കുളത്തെത്തിയത്. അപകടമുണ്ടായ ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് സലീമിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിറ്റി വിഷൻ ആനച്ചാൽ. നെടുങ്കണ്ടം പൊന്നാമലയിലെ അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻപാറ കഷ്ണ വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന ഗവൺമെന്റ്. അപകട ഭീഷണി ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഗവൺമെന്റ് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഉടുമ്പൻചോല MLA സേനാപതി വേണു അപകട സാധ്യതയുള്ള സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തമുഖത്താണ് സംസ്ഥാനം നിൽക്കുന്നത്. ഇടുക്കി പോലെയുള്ള മലയോര മേഖലകളിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊന്നാമലയിലേത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അതിന്റെ തീവ്രത മനസ്സിലാക്കി താൻ ജില്ലാ ഭരണകൂടത്തെയും സംസ്ഥാന ഗവൺമെന്റിനെയും വിവരം ധരിപ്പിച്ചു. അടിയന്തരമായി പാറ പൊട്ടിച്ചു നീക്കുന്ന നടപടികൾ ഇന്നും നാളെയുമായി ആരംഭിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. വളരെ അപകടകരമായ രീതിയിലാണ് ഈ പിന്നിൽ കാണുന്ന പാറക്കഷ്ണം അടർന്നു മാറി നിൽക്കുന്നത്. ഇതിൻ്റെ മുമ്പിലുള്ള ഒരു ഈട്ടിമരത്തിൻ്റെ ചെറിയ ഈട്ടിമരം, അതിലാണ് ഇത് തടഞ്ഞു നിൽക്കുന്നത്. ആ മരം തന്നെ പൊട്ടി വിണ്ടു കീറിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊട്ടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതായാലും നാളെ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നാളെ തന്നെ ഇത് പൊട്ടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിക്കാനുള്ള വിദഗ്ധന്മാർ അവരുടെ സഹായം തേടിയിട്ടുണ്ട്. അവരതിനുള്ള എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ കളക്ടറുടെ നിർദ്ദേശവും അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിച്ച് മാറ്റുന്നതാണ്. വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഈ പാറ ഇരിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പൊന്നാമലയിലാണ് പാറ അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. പ്രദേശത്ത് മരക്കുറ്റിയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് നിലവിൽ പാറയുള്ളത്. പാറ സ്ഥിതി ചെയ്യുന്നതിന് താഴ്ഭാഗത്തായി കാര്യത്തോട് വരെ 100 കണക്കിന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നും പാറ തെന്നി നീങ്ങിയാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുകയെന്നും സ്ഥലം സന്ദർശിച്ച MLA പറഞ്ഞു. MLAയോടൊപ്പം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് തെക്കൽ, പൊതുപ്രവർത്തകരായ ജോജോ കളപ്പുരയ്ക്കൽ, ദേവസ്യാച്ചൻ ചട്ടവേലിയിൽ, ജോണി കാക്കാനി, സജി പ്ലാംകൂട്ടം തുടങ്ങിയവരും ഉണ്ടായിരുന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഇടുക്കി ചിന്നക്കനാലിൽ 7 വയസ്സുകാരനായ കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്ന കുട്ടിക്കൊമ്പനെയാണ് ഇന്ന് രാവിലെ ആനയിറങ്ങൽ ഡാമിന് സമീപം ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ആനയ്ക്ക് ശാരീരിക അവശത ഉണ്ടായിരുന്നതായി വനംവകുപ്പ് അറിയിച്ചു. ഇന്ന് രാവിലെ ആനയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ജഡം കണ്ടെത്തിയത്. ആനയ്ക്ക് ഹെർപ്പിസ് വൈറസ് ബാധയുണ്ടായിരുന്നതായാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം ഔദ്യോഗികമായി സ്വീകരിക്കാനാകൂ.
നെടുങ്കണ്ടത്തെ പമ്പുകൾ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തത് വാഹനയാത്രികർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏതാനും നാളുകളിലായി ടൗണിലെ 2 പമ്പുകളും രാത്രി തുറന്നു പ്രവർത്തിക്കുന്നില്ല. മുൻപ് 24 മണിക്കൂറുകളും പ്രവർത്തിച്ചിരുന്ന പമ്പുകളാണ് ഇപ്പോൾ രാത്രി 9 മണിയാകുന്നതോടെ അടയ്ക്കുന്നത്. രാത്രികാലങ്ങളിൽ നെടുങ്കണ്ടത്തെത്തുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ മാർഗമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കുമളി മൂന്നാർ പാതയിൽ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ പലതും ദീർഘദൂര യാത്രയ്ക്കിടെ നെടുങ്കണ്ടത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കുകയായിരുന്നു പതിവ്. നിലവിൽ പമ്പുകൾ പ്രവർത്തിക്കാതെ വന്നതോടെ ഇത്തരം വാഹനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മൂന്നാറ്റിൽ നിന്നും തേക്കടിയിലേക്കും തേക്കടിയിൽ നിന്ന് മൂന്നാറ്റിലേക്കുമുള്ള വാഹനങ്ങൾക്ക് ഇടയിൽ ഡീസൽ, പെട്രോൾ എന്നിവ നിറയ്ക്കണമെങ്കിൽ നെടുങ്കണ്ടമാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പല ദിവസങ്ങളിലും പെട്രോൾ തീർന്ന വാഹനങ്ങൾ വഴിയിൽ കിടക്കുകയും ഈ പമ്പിനെ പ്രതീക്ഷിച്ച് വരുന്ന വാഹനങ്ങളൊക്കെ വഴിയിൽ കിടന്ന് തൂക്കുപാലം, മുണ്ടേരുമ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ 24 മണിക്കൂറും പ്രവർത്തിക്കാത്ത പമ്പുകളാണ് തൂക്കുപാലത്തൊക്കെ ഉള്ളത്. ഈ നെടുങ്കണ്ടത്തെ ഈ 2 പെട്രോൾ പമ്പുകളും 24 മണിക്കൂറും പ്രവർത്തിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തു നിന്ന് തന്നെ ഉണ്ടാവണം. നിലവിൽ 9 മണിയോടെ 2 പമ്പുകളും അടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഒരു പമ്പെങ്കിലും 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി ദേശീയപാത 85-ലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ പുനരധിവാസം ആവശ്യപ്പെട്ട അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരം നടത്തിവരുന്ന കുടുംബങ്ങളെ ഡീൻ കുര്യാക്കോസ് MP സന്ദർശിച്ചു. വീടുകൾ ഭാഗികമായി നഷ്ടപ്പെട്ട 17 കുടുംബങ്ങളാണ് പുനരധിവാസം ആവശ്യപ്പെട്ട കഴിഞ്ഞ മാസം 25 മുതൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. തങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കി രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. അടിമാലി ദേശീയപാത 85-ലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുണ്ടായ മണ്ണിടിച്ചിലിൽ പുനരധിവാസം ആവശ്യപ്പെട്ട അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരം നടത്തിവരുന്ന കുടുംബങ്ങളെ ഡീൻ കുര്യാക്കോസ് MP സന്ദർശിച്ചു. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന 10 ലക്ഷം രൂപ വീതമുള്ള ധനസഹായം 17 കുടുംബങ്ങൾക്ക് കൂടി നൽകുന്നത് സംബന്ധിച്ച മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പുനരധിവാസ പാക്കേജ് ഉടനുണ്ടാകുമെന്നും MP സമരം നടത്തുന്ന കുടുംബങ്ങളെ അറിയിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. സമരം നടന്നാലും നടന്നില്ലെങ്കിലും UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാക്കാണ്, ഇത് പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ്. മുൻ സർക്കാർ കഴിഞ്ഞ മാർച്ച് ആദ്യവാരം ദുരിതബാധിതർക്കുള്ള ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും പണം നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഒരാഴ്ച മുൻപാണ് സഹായം നൽകി തുടങ്ങിയത്. അന്നത്തെ ദുരിതാശ്വാസ പാക്കേജിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് കൂടി 10 ലക്ഷം വീതമുള്ള ധനസഹായം ഉൾപ്പെടുത്താൻ കൂട്ടാക്കാതെ വന്നതാണ് ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്നും MP പറഞ്ഞു. 17 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ദുരിതാശ്വാസ പാക്കേജ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കാൻ ദുരിതബാധിതർ തയ്യാറാകണമെന്ന് MP ആവശ്യപ്പെട്ടു. എന്നാൽ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ദുരിതബാധിതർ. സിറ്റി വിഷൻ, അടിമാലി. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട് റോഡിന്റെ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെ റോഡിലേക്ക് ഇറക്കി അനധികൃതമായി കെട്ടിട നിർമ്മാണം നടക്കുന്നുവെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വിവാദ നിർമ്മാണം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏകദേശം 25 മീറ്റർ അകലെയാണ് സ്വകാര്യ വ്യക്തി കെട്ടിട നിർമ്മാണം നടത്തുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രദേശവാസിയായ ബൈജു ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റ് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെന്നും അതിനുശേഷവും നിർമ്മാണം തുടർന്നുവെന്നുമാണ് ബൈജുവിന്റെ ആരോപണം. ഇടുക്കിയിലെ ആദ്യകാല റോഡുകളിലൊന്നായ ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് കുടിയേറ്റ ജനതയുടെ ദീർഘകാല ആവശ്യത്തെ തുടർന്നാണ് നവീകരിക്കുന്നത്. നിരവധി സമരങ്ങൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് റോഡ് വികസനത്തിന് അനുമതി ലഭിച്ചതെന്നും ഇപ്പോൾ റോഡ് വികസനത്തിന് തടസ്സമാകുന്ന രീതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. പരാതിയിൽ സംസ്ഥാന പാതയോട് ചേർന്നുള്ള നിർമ്മാണം റോഡ് വികസനത്തെ ബാധിക്കുന്നതാണെന്നും ആവശ്യമായ അകലപരിധി പാലിച്ചിട്ടില്ലെന്നുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അവർ സ്റ്റോപ്പമ്മ കൊടുത്തെന്ന് പറയുന്നു. അത് കഴിഞ്ഞും പണിതു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ സ്റ്റോപ്പമ്മ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ അവർ പണിയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം 2 ദിവസമായിട്ട് ഇപ്പോൾ പണിയുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോണത്. തന്നെയല്ല, ഈ റോഡ് വരുന്നത് ഫുള്ള് 8 മീറ്റർ വഴിയാണ്. 8 മീറ്റർ വഴിയിൽ 5 മീറ്റർ ഓൾറെഡി ടാറിങ്ങും 3 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐറീഷുമാണ് വരുന്നത്. അത് 1.5 മീറ്റർ ഇങ്ങോട്ടും 1.5 മീറ്റർ അങ്ങോട്ടും തള്ളി പണിയുണ്ട്. ഈ വീതിയും കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ പണി
അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റാനും തടസ്സങ്ങളില്ലാതെ സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. മണിയാറൻകുടി മുസ്ലിം പള്ളി സിറ്റിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം ഭൂമിക്കടിയിൽ നിന്ന് ജലമൊഴുകുന്ന ശബ്ദം. 2018 പ്രളയകാലത്ത് വലിയ ആശങ്കയ്ക്കിടയാക്കിയ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണോ ഇതെന്ന സംശയത്തിലാണ് വീട്ടുകാരും സമീപവാസികളും. വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജിയോളജി, റവന്യൂ വകുപ്പുകൾക്ക് വിവരം കൈമാറി. മണിയാറൻകുടി മുസ്ലിം പള്ളി സിറ്റിയിലെ ആറ്റുപുറത്ത് വീട്ടിൽ സുനീർ ASന്റെ വീട്ടുമുറ്റത്താണ് പുലർച്ചെ മുതൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നത്. സുനീറിന്റെ മാതാവ് കുഞ്ഞമ്മ സിദ്ദിഖ് ആദ്യം ശ്രദ്ധിച്ച ഈ ശബ്ദം ഭൂമിക്കടിയിലൂടെ ജലം ശക്തമായി ഒഴുകുന്നതിന് സമാനമായിരുന്നു. 14 വർഷം മുൻപാണ് പുതിയതായി ഈ വീട് ഇവിടെ നിർമ്മിച്ചത്. അതിനു മുമ്പും ഈ കുടുംബം ഇവിടെ തന്നെയായിരുന്നു താമസിക്കുന്നത്. 7 വർഷം മുമ്പാണ് വീടിന് മുൻവശത്തു കൂടിയുള്ള ചെട്ടുമോട്ടേൽ കവല റോഡ് നവീകരിച്ച് നിർമ്മിച്ചത്. ശബ്ദം കേട്ട ഭാഗത്ത് കമ്പി ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഭൂമിക്കടിയിൽ ജലസാന്നിധ്യമുണ്ടെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞു. പിന്നീട് ടോർച്ചിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചപ്പോൾ വെള്ളം ഒഴുകുന്നതായി കാണാൻ കഴിഞ്ഞെങ്കിലും അത് എവിടേക്കാണ് ഒഴുകിപ്പോകുന്നതെന്ന് വ്യക്തമല്ല. വിഷയത്തിൽ അടിയന്തരമായി ജിയോളജി വകുപ്പ് ഇടപെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്ന് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം ആവശ്യപ്പെട്ടു. എൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ സുനീറിൻ്റെ മാതാവ് ഇത് നോക്കിയപ്പോൾ ഒരു ചെറിയ കെട്ടുണ്ട്. ആ കെട്ടിന് അകത്തു നിന്നും ഭയങ്കരമായി വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പക്ഷേ വെള്ളം പുറത്തേക്ക് വരുന്നില്ല. ഇത് മണിക്കൂറുകളായിട്ടിപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പഞ്ചായത്ത് അധികാരികളും പൊതുപ്രവർത്തകരും എല്ലാം ഇവിടെ വന്ന് നോക്കുകയും ഇത് പരിശോധിച്ചപ്പോൾ ഈ കെട്ടിനടിയിൽ കൂടെ അതിശക്തമായിട്ട് തന്നെ വെള്ളം ഒഴുകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ബന്ധപ്പെട്ട അധികാരികളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും മൈനിങ് ആൻഡ് ജിയോളജിയിലുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഉന്നത അധികാരികൾ വന്ന് ഇത് പരിശോധിച്ച് ഈ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് നാട്ടിലെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. വിവരമറിഞ്ഞെത്തിയ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ജിയോളജി വകുപ്പിനും റവന്യൂ വകുപ്പിനും വിവരം കൈമാറുകയും ചെയ്തു. 2018 മഹാപ്രളയ സമയത്ത് കേരളത്തിൽ വ്യാപകമായി ചർച്ചയായ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണോ ഇതെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. ഭൂമിക്കടിയിലൂടെ വെള്ളമൊഴുകി മണ്ണ് ഒലിച്ചു പോകുന്നതിനും കെട്ടിടങ്ങളുടെ അടിത്തറ ദുർബലമാകുന്നതിനും കാരണമാകുന്ന പ്രതിഭാസമാണിത്. എന്നാൽ നിലവിൽ ഇത് സോയിൽ പൈപ്പിംഗ് തന്നെയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ഭൂമിക്കടിയിലെ ജലപ്രവാഹത്തിന്റെ സ്വഭാവവും പ്രദേശത്തിന് ഭീഷണിയുണ്ടോ എന്നും വ്യക്തമാകൂ. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider, Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്.
ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കുടിയേറ്റ കർഷക ഗ്രാമങ്ങളുടെ കായിക സംസ്കാരത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ പഴയകാല ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഹൈറേഞ്ചിൽ വീണ്ടും ഒരു കണ്ടം കളി പോരാട്ടം. വൈസന്മാലി BCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുട്ടുകാട് പാടശേഖരത്തിൽ സംഘടിപ്പിച്ച ചെളി വോളിബോൾ മത്സരം കായികപ്രേമികളിൽ ആവേശത്തിന്റെ വേലിയേറ്റമാണ് സൃഷ്ടിച്ചത്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ നൂൽമഴ നനഞ്ഞ വോളിബോൾ കളിച്ചിരുന്ന പഴയ തലമുറയുടെ ആവേശം നെഞ്ചിലേറ്റാൻ പുതുതലമുറയും കൂട്ടത്തോടെ ഒഴുകിയെത്തിയതോടെ മുട്ടുകാട് പാടശേഖരം ഒരൊറ്റ മനസ്സായി മാറി. ഇത് വെറും ഒരു വോളിബോൾ മത്സരമല്ല, മണ്ണറിഞ്ഞ മണ്ണിനെ പ്രണയിച്ച് ജീവിച്ച ഒരു ജനതയുടെ കായിക സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ്. ഉഴുതുമറിച്ച പാടത്തെ ചെളിക്കളത്തിൽ ഇടിവിട്ട് സ്മാഷ് ചെയ്യുന്ന കളിക്കാരും അവർക്ക് ചുറ്റും ആവേശം ചോരാതെ ആർത്തു വിളിക്കുന്ന നൂറുകണക്കിന് കായിക പ്രേമികളും മുട്ടുകാട് പാടശേഖരത്തെ ഉത്സവപ്പറമ്പാക്കി മാറ്റി. മറ്റ് വിനോദോപാധികളൊന്നുമില്ലാതിരുന്ന പഴയ കാലത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന നൂൽമഴയ്ക്കൊപ്പം വോളിബോൾ മത്സരങ്ങൾ തകൃതിയായി നടക്കുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നഷ്ടമായി പോയ ആ കായിക പാരമ്പര്യത്തെ അതേ ചൂടും ചൂരോടും കൂടി തിരികെ എടുപ്പിക്കുകയായിരുന്നു വൈസന്മാലി BCC ക്ലബ്. വൈസന്മാലിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി കടുത്ത പോരാട്ട വീര്യവുമായി 12 കരുത്തുറ്റ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ ആവേശം ഒട്ടും ചോരാതെ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. കളി കണ്ടുനിന്ന കാണികൾ ഓരോ പോയിന്റിലും കളിക്കാരെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈസന്മാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സുരേന്ദ്രൻ നിർവഹിച്ചു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കാണുന്നുണ്ട്, ചെളിക്കകത്തും മണലിൻ്റെ അകത്തും മണ്ണിൻ്റെ അകത്തും എല്ലാം കിടന്ന് ഉള്ള കളികളിലെല്ലാം കാണാം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ ചെളിക്കണ്ടത്തിൽ വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് വോളിബോൾ കളിക്കുന്ന പുതിയ അനുഭവമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് കാണുവാനുള്ള, അത് ആസ്വദിക്കാനും വന്നെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ലാലി ജോർജ് അധ്യക്ഷത വഹിച്ചു. BCC ക്ലബ് പ്രസിഡന്റ് അമൽ രാജു, സെക്രട്ടറി രതീഷ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. കളി ചെളിയിൽ പൊരുതി ജയിച്ച ഒന്നാം സ്ഥാനം നേടിയ ടീമിന് 5001 രൂപയും ആകർഷകമായ ട്രോഫിയും സമ്മാനമായി ലഭിച്ചു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ റണ്ണേഴ്സപ്പായ രണ്ടാം സ്ഥാനക്കാർക്ക് 3001 രൂപയും ട്രോഫിയും ലഭിച്ചു. പണത്തിനപ്പുറം മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രഖ്യാപനമായി മാറിയ മുട്ടുകാട്ടിലെ കണ്ടംകളി വോളിബോൾ മേള വരും വർഷങ്ങളിലും കൂടുതൽ ജനപങ്കാളിത്തത്തോടെ നടത്താനാണ് സംഘാടകരുടെ തീരുമാനം. കായിക സംസ്കാരത്തെ നെഞ്ചിലേറ്റാൻ പുതുതലമുറയും തയ്യാറാണെന്ന് തെളിയിക്കുകയായിരുന്നു മുട്ടുകാട് പാടശേഖരത്തെ ഈ മത്സരം. സിറ്റി വിഷൻ, വൈസന്മാലി. കാലങ്ങളായി
കാടുമൂടിക്കിടന്നിരുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാങ്കുളം സ്റ്റേഡിയം വീണ്ടും കായിക താരങ്ങൾക്കായി ഒരുങ്ങുന്നു. മാധ്യമ വാർത്തകളെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം വൃത്തിയാക്കൽ നടപടികൾ ആരംഭിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാങ്കുളം സ്റ്റേഡിയത്തിലെ കാടും പടർപ്പുകളും JCB ഉപയോഗിച്ച് പിഴുതുമാറ്റി ഗ്രൗണ്ട് വൃത്തിയാക്കി. 4 വാർഡുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ പരിശീലനത്തിനെത്തുന്ന സ്റ്റേഡിയം വർഷങ്ങളായി അവഗണനയിലായിരുന്നു. ഏകദേശം 14 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചതോടെ പിന്നീട് വന്ന ഭരണസമിതികളൊന്നും സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികളോ നവീകരണ പ്രവർത്തനങ്ങളോ നടത്തിയിരുന്നില്ല. മലയാള സിനിമയായ ഓശാനയുടെ ചിത്രീകരണത്തിന് വരെ വേദിയായിരുന്ന സ്റ്റേഡിയമാണ് ഭൂമിയാങ്കുളം സ്റ്റേഡിയം. ഫുട്ബോൾ, ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ പരിശീലനം നടത്തുന്നവർക്ക് പന്ത് കാടിനുള്ളിലേക്ക് തെറിച്ചു പോകുമ്പോൾ അതെടുക്കാൻ പോകേണ്ടി വരുന്നതും ഇഴജന്തുക്കളുടെ സാന്നിധ്യം മൂലം സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുന്നതും പതിവായിരുന്നു. സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് നേരിട്ടെത്തി ശുചീകരണ നടപടികൾക്ക് തുടക്കമിട്ടത്. അപകടങ്ങൾ ഒഴിവാക്കുവാനൊക്കെ ആയിട്ട് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്റ്റേഡിയം വൃത്തിയാക്കി കുട്ടികൾക്ക് കളിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കളിക്കുവാനും അവരെ മറ്റ് രീതികളിലേക്ക് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കളിക്കുവാൻ വൈകുന്നേരങ്ങളിൽ അവർക്ക് കളിക്കുവാനുള്ള കളിസ്ഥലവും അതുപോലെ തന്നെ അവരെ ആ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് നാളുകളിൽ നമ്മുടെ വരും തലമുറയെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുമൊക്കെ മോചിപ്പിക്കുവാൻ നമുക്കിങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിനൊപ്പം വാർഡ് മെമ്പർ സലി ബാബു, TKDF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കാട്ട്, കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, പൊതുപ്രവർത്തകരായ ബിജു ഉറുമ്പിൽ, ബോസ് കാഞ്ഞിരത്തിങ്കൽ എന്നിവരും സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. മുക്കടി മുനിയാർകുന്ന് ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ 14 നടക്കും. ഇരിഞ്ഞാക്കട കരണത്തുമന ശ്രീധരൻ നമ്പൂതിരികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി കട്ടപ്പന അഭിലാഷ് ശാന്തികളുടെ സഹകാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മുക്കടി മുനിയാർകുന്ന് ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ 14 ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടക്കും. ഇരിഞ്ഞാക്കുട കരണത്തുമന ശ്രീധരൻ നമ്പൂതിരികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി കട്ടപ്പന അഭിലാഷ് ശാന്തികളുടെ സഹകാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടക്കുന്നതെന്നും വിവിധ വിശേഷ ചടങ്ങുകളോടെയും നടക്കുന്ന മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാവാർഷിക ദിനം 14/7/2026 ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ മുഖ്യ കാർമ്മിത്വം വഹിക്കുന്നത് ബ്രഹ്മശ്രീ കാരണത്തുമന ശ്രീധരൻ നമ്പൂതിരി അവர்களுം മേൽശാന്തി കട്ടപ്പന ശ്രീ അഭിലാഷ് ശാന്തി അവர்களுടെ നേതൃത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. അതോടനുബന്ധിച്ച് നാളെ ഈ നമ്മുടെ ക്ഷേത്രത്തിന് ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് SSLCക്ക് മേടിച്ച ആവണി റജിക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി നാളെ ആദരിക്കുന്നതാണ്. അതോടൊപ്പം 12 മണിക്ക് അന്നദാനം നടത്തപ്പെടുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. പുലർച്ചെ 5:30 നട തുറപ്പും നിർമാല്യ ദർശനവും രാവിലെ 6 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. തുടർന്ന് വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാപ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്ര നട തുറക്കും. തുടർന്ന് വൈകിട്ട് 6:30 ദീപാരാധനയും മറ്റ് വിശേഷാൽ പൂജകളും നടക്കും. ജൂലൈ 17 വെള്ളി മുതൽ ഓഗസ്റ്റ് 16 ഞായർ വരെ രാമായണ മാസാചരണവും രാമായണ പാരായണവും 2026 ഓഗസ്റ്റ് 12 ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലി ഇടുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രസിഡന്റ് VC രവി, സെക്രട്ടറി ES ശിവൻ, ജനറൽ സെക്രട്ടറി PS മനോഹരനും തുടങ്ങിയവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.
പ്രതിഭകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉജ്ജ്വലം 2K26 യുവപ്രതിഭാ സംഗമം നടന്നു. പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർ, ഡോക്ടർമാർ, കായിക താരങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രതിഭകളെ ആദരിച്ചു. രാജാക്കാടിന്റെ മണ്ണിൽ പ്രതിഭകളുടെ വിസ്മയ സംഗമം. യുവതലമുറയുടെ നേട്ടങ്ങളെയും കഠിനാധ്വാനത്തെയും അർഹമായ രീതിയിൽ ആദരിക്കാൻ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ വേദിയാണ് ശ്രദ്ധേയമായത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ ഉജ്ജ്വലം 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി രാജാക്കാട് ആയുർവേദ യോഗ ഹാളിലാണ് നടന്നത്. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രതിഭകളെ ആദരിച്ചു. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും യുവതലമുറയുടെ നേട്ടങ്ങൾ കരുത്തു പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെഡലിൻ്റെ വലിപ്പമോ അതിൻ്റെ മൂല്യമോ അല്ല. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന അല്ലെങ്കിൽ മത്സരത്തിൽ പോയ ഉസൈൻ ബോൾട്ടിന് കിട്ടുന്ന മെഡൽ എന്ന് പറയുന്നത് കഴുത്തിൽ തൂക്കിയിടുന്ന റിബണിൽ തൂക്കിയിടുന്ന ചെറിയൊരു ഒരു എന്താ പറയുക ലോഹ കഷ്ണം, അതാണ് മെഡൽ എന്ന് പറയുന്നത്. പക്ഷേ ആ മെഡലിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വരുന്ന ഈ മൊമെന്റോയുടെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങൾ രാജാക്കാട് പഞ്ചായത്തിലെ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളുമാണ് എന്ന കാരണത്താൽ. അതുകൊണ്ടാണ് പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ, നാടിന് കാവലാളായ ഡോക്ടർമാർ, കായിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങൾ എന്നിവർക്ക് മൊമെന്റോകൾ നൽകി ആദരിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ബെന്നി പാലക്കാട്, പഞ്ചായത്ത് സെക്രട്ടറി അരവിന്ദ്, ചെയർമാൻമാരായ സുജിത് TK, മിനി ബേബി, സന്ധ്യ ബൈജു, ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി, ബിജി സന്തോഷ്, CR രാജു, സുധി കോട്ടക്കുടിയിൽ, ബ്ലോക്ക് മെമ്പർമാരായ ബിബിൻ C, രാജാറാം തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ദേവികുളം താലൂക്ക് സ്കൂൾ സ്റ്റാഫ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ദേവികുളം താലൂക്ക് സ്കൂൾ സ്റ്റാഫ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. അടിമാലി അമ്പലപ്പടിക്ക് സമീപമാണ് പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ദേവികുളം താലൂക്ക് താരതമ്യേന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ല മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുള്ള ഒരു മേഖലയാണ്. ബഹുഭൂരിപക്ഷം വരുന്നത് തോട്ട മേഖലയാണ്. അതോടൊപ്പം തന്നെ പിന്നോക്ക മേഖല ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ബഹുഭൂരിപക്ഷവും സർക്കാർ സ്കൂളുകളിൽ തന്നെയാണ്. സർക്കാർ സ്കൂളുകളിൽ ഉദ്ഘാടന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് MS സജി അധ്യക്ഷത വഹിച്ചു. ദേവികുളം കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സുനിത KP, MK വിശ്വനാഥൻ, MB രാജൻ, അജിമോൻ PC, ഉമേഷ് OS തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിവാസൽ പഞ്ചായത്തിലെ തളികം വെള്ളച്ചാട്ടത്തിൽ വീണ വിനോദസഞ്ചാരി മരിച്ചു. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നെടുങ്കണ്ടം പൊന്നാമലയിലെ അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻപാറ കഷ്ണ വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന ഗവൺമെന്റ്. ഇടുക്കി ചിന്നക്കനാലിൽ 7 വയസ്സുകാരനായ കുട്ടിക്കൊമ്പൻ ചെരിഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്ന
കുട്ടിക്കൊമ്പൻ. നെടുങ്കണ്ടത്തെ പമ്പുകൾ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തത് വാഹനയാത്രികർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.